ആദ്യത്തെ ചോദ്യം സിമ്പിൾ ചോദ്യം. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. അടുത്ത ചോദ്യം സുചീന്ദ്രം സത്യാഗ്രഹം നടന്ന വർഷം 1926. 1926. അപ്പൊ 1946 എന്താണ്? പുന്നപ്ര വയലാർ സമരവും സുചീന്ദ്ര സത്യാഗ്രഹം 1926. നിവർത്തന പ്രക്ഷോഭം ഉഗുനി 32. 32. കോടതി പറഞ്ഞോളൂ. ഉഗുനി 31 32. ഉപ്പ് സത്യാഗ്രഹം 30. ഗുരുവായൂർ സത്യാഗ്രഹം 31. നീ നിവർത്തനം 32. ഓക്കെ, ഉഗിനി. അടുത്ത് സവർണ ജാഥ 24. അത് കണക്ട് ചെയ്ത് തന്നെ പഠിക്കാൻ പറ്റും. എന്താണ്? വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നടന്നാണ് സവർണ ജാഥ 1924. അടുത്ത് മൊറാഴ സമരം 40. തോൽവിറക് സമരം 46. ഓക്കെ. അമേരിക്കൻ മോഡൽ അറബിക്കടൽ. പുന്നപ്ര വയലാർ സമരം എന്തുകൊണ്ടാണ്? അമേരിക്കൻ മോഡൽ അറബിക്കടൽ. ഓക്കെ. തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണം പ്രഖ്യാപിച്ചതായി CP രാമസ്വാമി. അടുത്ത ചോദ്യം. തുലാം 10 സമരം എന്നറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരം. തുലാം 10 സമരം എന്നറിയപ്പെടുന്നതാണ് പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ എന്നീ സ്ഥലങ്ങൾ ഏത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ലയിലാണ്. ഓക്കെ. അടുത്ത് കുളച്ചിൽ യുദ്ധം നടന്ന വർഷം 1741 ഓഗസ്റ്റ് 10. ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം 1595. എന്താ പ്രത്യേകം നമ്മൾ നോക്കുമ്പോ പോർച്ചുഗീസുകാരാണ്. ആദ്യം വന്നിട്ട് ഏകദേശം 1498. ഡേറ്റ് ആണെങ്കിൽ മെയ് 20. എവിടെ വന്നിറങ്ങി? കോഴിക്കോട് കാപ്പാട് ചേമഞ്ചേരി പഞ്ചായത്ത്. ഓക്കെ. അതിനുശേഷം എത്ര വർഷങ്ങൾക്ക്? ഏകദേശം 95 വർഷം 96 വർഷങ്ങൾക്ക് ശേഷമാണ് ആര് വരുന്നത്? വരുന്ന വർഷം 1595. കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തടവിലാക്കിയ ഡച്ച് കപ്പിത്താൻ ഡിലനോയ്. ഓക്കെ. തിരുവിതാംകൂർ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ഡിലനോയ്. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധി മാവേലിക്കര ഉടമ്പടി. ഓക്കെ. എന്നാണ് ഒപ്പുവെച്ചത്? 1753. ഡേറ്റ് ഓഗസ്റ്റ് 15. ഓഗസ്റ്റ് 15 വേറെ ഒന്ന് ഓർക്കണം. ISR നിലവിൽ വർഷം 1969 ഓഗസ്റ്റ് 1969 ഓഗസ്റ്റ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ പറയാത്തത് 1947 ഓഗസ്റ്റ്. ഓക്കെ. ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടി മാവേലിക്കര ഉടമ്പടി. വർഷം 1753 ഓഗസ്റ്റ് 15. നിവർത്തന പ്രക്ഷോഭം എന്ന പേര് നൽകിയത് IC ചാക്കോ. എന്താ പ്രത്യേകത IC ചാക്കോയുടെ? ഒന്നുമില്ല, ഇത് തന്നെയാണ് പേര്. 1932 കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം. ഓൾറെഡി നമ്മൾ പറഞ്ഞു. നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന സംയുക്ത രാഷ്ട്രീയ സമിതി. അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം. തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാളിന് സംയുക്ത രാഷ്ട്രീയ സമിതി മെമ്മോറിയൽ സമർപ്പിച്ചത് 32 നിവർത്തന പ്രക്ഷോഭം 33 സമർപ്പിച്ചത്. ഇത് ഏത് വർഷമാണ്? 33. അത് കണക്ട് ചെയ്ത് പഠിക്കുക. 1933 കിട്ടി. എന്താ പ്രത്യേകത? 1938 INC-യുമായി ബന്ധപ്പെട്ട എന്താ പ്രത്യേകത? 33 മൂന്നാമത്തെ വനിത. INC പ്രസിഡന്റ് ആവുന്ന മൂന്നാമത്തെ വനിതയാണ് എലിസൺ ഗുപ്തയും. വേറൊരു പ്രത്യേകത രണ്ടാമത്തെ വിദേശ വനിത. അപ്പൊ ആദ്യത്തെ INC പ്രസിഡന്റ് ആയ വനിത ആനി ബെസന്റ് 1917. രണ്ടാമത്തത് സരോജിനി നായിഡു 1925. സരോജിനി നായിഡുവിന്റെ പ്രത്യേകത ഇന്ത്യക്കാരിയായ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ സരോജിനി നായിഡു. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി സുജേത കൃപലാനി. INC ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ INC പ്രസിഡന്റ് JB കൃപലാനി. സ്വാതന്ത്ര്യത്തിന് ശേഷമാണെങ്കിലോ അല്ല കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ പട്ടാഭി സീതാരാമൻ. ഓക്കെ. അടുത്ത് നിവർത്തന പ്രക്ഷോഭം നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് PT ചാക്കോ. കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് PT ചാക്കോ. കൺഫ്യൂഷൻ പറഞ്ഞതാണ്. അപ്പൊ നിവർത്തന പ്രക്ഷോഭം എന്ന പേര് നൽകിയത് ആരാണ്? IC ചാക്കോ. എന്നാൽ കേരളത്തിന് ആദ്യ പ്രതിപക്ഷ നേതാവ് PT ചാക്കോ. ഓക്കെ. അടുത്ത് കേരളത്തിൽ ഇപ്പോഴും തുടർന്ന് വരുന്ന സാമുദായിക സംവരണം നേടിയെടുക്കുന്നതിൽ
പ്രധാന പങ്ക് വഹിച്ച പ്രക്ഷോഭം എന്ന് ചോദിച്ചാൽ നിവർത്തന പ്രക്ഷോഭം. ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യും, മാറ്റി ചോദിക്കും. ഓക്കെ, നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്നറിയപ്പെടുന്ന പത്രം കേരള കേസരി. അപ്പൊ നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്നറിയപ്പെടുന്ന പത്രം ഏതാണ്? കേരള കേസരി. ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊണ്ട വർഷം 1936. ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊണ്ട വർഷം 1936. കേരളത്തിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് പി.ടി. ചാക്കോ. മറന്നുവരുത്, പി.ടി. ചാക്കോ. മൊറാഴ സമരത്തെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരി. കൺഫ്യൂഷൻ വരുന്ന 2 പോയിന്റാണ്. മൊറാഴ സമരത്തെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട KPR ഗോപാലൻ. ആരാണ്? KPR ഗോപാലൻ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഒരു സംഭവം പറഞ്ഞു. നാസികൾക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വഹിച്ച മലയാളി ആര്? നിങ്ങൾ പറഞ്ഞതാ. മിച്ചിലോട്ട് മാധവൻ. കേട്ടാ, നമ്മൾ പറഞ്ഞതാ. അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു സിനിമ ഇറങ്ങുന്നുണ്ട്, ആഷിഖ് കപൂർ സംവിധാനം കേട്ടോ. അപ്പൊ എന്താണ്? നാസികൾക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വഹിച്ച എന്താണ് ആദ്യ മലയാളി എന്നറിയപ്പെടുന്ന ആരാണ്? മിച്ചിലോട്ട് മാധവൻ. നിങ്ങൾ മറന്നുപോയി. ഓക്കെ, 2 ദിവസം കഴിഞ്ഞ് പെട്ടെന്ന് കിട്ടില്ല. ഉദയം പേരോസ് ഉലകദിവസം നടന്ന വർഷം 1599. അങ്ങനെയാണ് കേരളത്തിലെ ആദ്യത്തെ വ്യവസായ മന്ത്രി KP ഗോപാലൻ. കേരളത്തിലെ ആദ്യത്തെ വ്യവസായ മന്ത്രി KP ഗോപാലൻ. അങ്ങനെ പട്ടിണി ജാഥ നയിച്ച നവോത്ഥാന നായകൻ AK ഗോപാലൻ. എല്ലാം ഗോപാലനിൽ വരെയാണ്. ശ്രദ്ധിച്ചോണം. മൊറാഴ സമരത്തെ തുടർന്ന് വധശിക്ഷ വിധിക്കപ്പെട്ട വിപ്ലവകാരി ആരെന്ന് വെച്ചാൽ KPR ഗോപാലനും കേരളത്തിലെ ആദ്യത്തെ വ്യവസായ മന്ത്രി ആരെന്ന് വെച്ചാൽ KP ഗോപാലനും പട്ടിണി ജാഥ നയിച്ച നവോത്ഥാന നായകൻ AK ഗോപാലൻ. ഓക്കെ, അടുത്ത് മലബാർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായത് ഏത് ഉടമ്പടി പ്രകാരം? ശ്രീരംഗപട്ടണ ഉടമ്പടി. വർഷം 1792. ശ്രീരംഗപട്ടണ ഉടമ്പടി 1792. ശ്രീരംഗപട്ടണ ഉടമ്പടി ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും. ഓക്കെ, അടുത്ത് 1947 ഡിസംബർ 4 പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തതായിരുന്നു? സി കേശവൻ. ഓർത്തുവയ്ക്കുക, സി കേശവൻ. പാലി സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് എന്നറിയപ്പെടുന്നത് സി കേശവൻ. ഓക്കെ, അപ്പൊ പാലി ക്ഷേത്രത്തിന് മുന്നിലുള്ള ഏത് റോഡ്? പാലി ക്ഷേത്രത്തിന് മുന്നിലുള്ള ഏത് റോഡ് വഴിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യമാണ്? ചേന്നമംഗലം റോഡ്. കേട്ടോ, പാലി സത്യാഗ്രഹ ക്ഷേത്രത്തിന് മുന്നിലുള്ള ചേന്നമംഗലം റോഡ് വഴിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനും അഹിന്ദുക്കൾക്കും താഴ്ന്ന ജാതിക്കാർക്കും ലഭിക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് എന്ന് പറയുന്നത് പാലി സത്യാഗ്രഹം. അപ്പൊ പാലി സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്ത വർഷം ആര്? 1947 ഡിസംബർ 4 ഉദ്ഘാടനം ചെയ്തത് സി കേശവൻ. ഓക്കെ, പാലി സത്യാഗ്രഹത്തിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത സി കേശവൻ. വർഷം 1947 ഡിസംബർ 4. അങ്ങനെയാണെങ്കിൽ പാലി സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷി AG വേലായുധൻ. ചോദിച്ചിട്ടുള്ളതാണ് പാലി സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷി എന്ന് ചോദിച്ചാൽ AG വേലായുധൻ. ഓക്കെ, അടുത്ത കൺഫ്യൂഷൻ വരുന്നത് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആര്? ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആര്? ഇത് കണക്ട് ചെയ്ത് പഠിക്കണം എന്ന് പറഞ്ഞാൽ NSS ആയിട്ട് കണക്ട് ചെയ്ത് പഠിക്കണം. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് അല്ല, മന്നത്ത് പത്മനാഭൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരെന്ന് വെച്ചാൽ മന്നത്ത് പത്മനാഭൻ. അപ്പൊ NSSന്റെ ആദ്യ പ്രസിഡന്റ് ആരെന്ന് K കേളപ്പൻ. കേട്ടോ, അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരെന്ന് വെച്ചാൽ മന്നത്ത് പത്മനാഭനും സെക്രട്ടറി ആരെന്ന് വെച്ചാൽ K കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആരെന്ന് വെച്ചാൽ K കേളപ്പനും. അത് തന്നെ റിവൈസ് ചെയ്ത് എന്ത് ചെയ്യണം? NSSന് അപ്ലൈ ചെയ്യണം. ഓക്കെ, NSSന്റെ ആദ്യ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ K കേളപ്പനും. NSSന്റെ ആദ്യ സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ മന്നത്ത് പത്മനാഭൻ. ഇത് തന്നെ കണക്ട് ചെയ്ത് SNDP വെച്ചാൽ പറ്റൂല. SNDP തിരിച്ചു പഠിക്കണം. SNDPയുടെ ആദ്യ പ്രസിഡന്റ് ആരെന്ന് വെച്ചാൽ ശ്രീനാരായണ ഗുരു. SNDPയുടെ ആദ്യ സെക്രട്ടറി ആരെന്ന് വെച്ചാൽ കുമാരനാശൻ. കേട്ടോ, SNDPയുടെ ആദ്യ സെക്രട്ടറി കുമാരനാശൻ. SNDPയുടെ ആദ്യ പ്രസിഡന്റ് ആജീവനാനന്ദ ഗുരു. ഓക്കെ, സോറി, ആജീവനാനന്ദ പ്രസിഡന്റ്. ക്ലിയർ. അടുത്ത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വനിത. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വനിത ആര്? അക്കമ്മ ചെറിയാൻ എന്തെന്നറിയപ്പെടും? തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് അക്കമ്മ ചെറിയാൻ. തിരുവിതാംകൂറിന്റെ
ജോവാന ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് അക്കമ്മ ചെറിയൻ. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന ആരാണ്? അക്കമ്മ ചെറിയൻ. അപ്പൊ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റ് ആയ ആദ്യ വനിത എന്നറിയപ്പെടുന്നത് അക്കമ്മ ചെറിയാൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായ വർഷം എന്ന് ഡേറ്റ് സഹിതം പറയണം. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് 1938 ഫെബ്രുവരി 23. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരണ വർഷം 1938 ഫെബ്രുവരി 23. ഫെബ്രുവരി 23 മറന്നു വരുന്നത്. 1938 ഫെബ്രുവരി 23. ഓക്കെ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കാൻ നേതൃത്വം നൽകിയതാണ്. പ്രസിഡന്റ് നമ്മൾ പറഞ്ഞു ആദ്യത്തെ വനിതയാണ് അക്കമ്മ ചെറിയാൻ. ആദ്യത്തെ വനിതയാണ് അക്കമ്മ ചെറിയാൻ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കാൻ നേതൃത്വം നൽകിയത് പട്ടം താണുപിള്ള. ഓക്കെ. അപ്പൊ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കാൻ നേതൃത്വം നൽകിയതാരെന്ന് ചോദിച്ചാൽ പട്ടം താണുപിള്ള. തിരുവിതാംകൂറിന്റെ ആദ്യത്തെ പ്രസിഡന്റ് പട്ടമല്ലേ? തിരുവിതാംകൂറിലെ പട്ടം പറന്നു. അത് വെച്ചാണെങ്കിലും കിട്ടും. അടുത്ത് മലബാർ കലാപത്തെ അടിസ്ഥാനമാക്കി പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം 1921. ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കൃതി ദുരവസ്ഥ. ഓക്കെ. മലബാർ കലാപത്തെ പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കൃതിയാണ് ദുരവസ്ഥ. അങ്ങനെയാണെങ്കിൽ 1921 എന്ന സിനിമ സംവിധാനം ചെയ്തത് IV ശശി. ഓക്കെ. അടുത്ത് മലബാർ കലാപം പശ്ചാത്തലമാക്കി സുന്ദരികളും സുന്ദരന്മാരും ഉറൂബ്. മലബാർ കലാപത്തെ പശ്ചാത്തലമാക്കി സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ എഴുതിയത് ഉറൂബാണ്. മലബാർ കലാപം എന്ന പുസ്തകം എഴുതിയത് കെ മാധവൻ നായർ. മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് കെ മാധവൻ നായർ. മറന്നുപോയത്. മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് കെ മാധവൻ നായർ. എന്നാൽ കിലാപത്ത് സ്മരണകൾ എന്ന പുസ്തകം രചിച്ചത് എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. കിലാപത്ത് സ്മരണകൾ എന്ന പുസ്തകം രചിച്ചത് എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. കേരളത്തിൽ വാഗൻ ട്രാജഡി നടന്ന സ്ഥലം തിരൂർ. ഏത് ജില്ല? മലപ്പുറം ജില്ല. മൊറാഴ സമരം നടന്ന ജില്ല കണ്ണൂർ. മൊറാഴ സമരം നടന്നത് കണ്ണൂർ. പുന്നപ്ര വയലാർ നമ്മൾ പറഞ്ഞു. ഏത് ജില്ല? ആലപ്പുഴ ജില്ല. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കേന്ദ്രം ഉരുളിമല. ഏത് ജില്ലയാണ്? കണ്ണൂരാണ്. തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പനമര. ഏത് ജില്ലയാണ്? വയനാട്. കുറിച്യർ കലാപം നടന്ന ജില്ല വയനാട് ജില്ല. വയനാട്. അടുത്ത ചോദ്യം. കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. അത് കണക്ട് ചെയ്ത് പഠിക്കാൻ എങ്ങനെ പഠിക്കും? അത് ഞാൻ പ്രസിഡന്റ് ആയതുകൊണ്ട് കട്ടിൽ കിടക്കുന്നു കേട്ടോ. കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. ഇത് പണിയിട്ട എങ്ങനെയെന്ന് അറിയാമോ? ഫസ്റ്റ് കട്ടിലശ്ശേരി, എല്ലാവർക്കും കട്ടിലശ്ശേരി കിടക്കും. അതിന്റെ ബാക്കിയായിരിക്കും പറഞ്ഞത്. അപ്പൊ പെടും. അപ്പൊ കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. ഓക്കെ. സെക്രട്ടറി ഉണ്ട്. എനിക്ക് രണ്ടുപേരും കൂടെ തിരിഞ്ഞുകൊണ്ട് ഞാൻ ഇത് മാത്രം പഠിച്ചു. മറ്റേ കണ്ടറിയാം. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് കലാപകാരികൾ വിധ്വംസക ദിനമായി പ്രഖ്യാപിച്ചത് എന്നാണ്. നവംബർ 9. ഓക്കെ. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് വിപ്ലവകാരികൾ വിധ്വംസക ദിനമായി പ്രഖ്യാപിച്ചതെന്ന് വെച്ചാൽ നവംബർ 9. പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സൗഹൃദ ജാഥ നയിച്ച വനിത. കെ കൗസല്യ. ഓർത്തു വെച്ചോണം. പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സൗഹൃദ ജാഥ നയിച്ച വനിതയാണ് കെ കൗസല്യ. ഓക്കെ. ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം. നടന്ന വർഷം 1921. മലബാർ കലാപങ്ങളെ കുറിച്ച് അന്വേഷണം നടത്തിയ ആരാണ്? മലബാർ കലാപം TL സ്ട്രേഞ്ച്. മലബാർ കലാപം TL സ്ട്രേഞ്ച്. തോൽവിറക് സമരനായിക ദേവയാനി കാർത്യായനി അമ്മ. തോൽവിറക് സമരനായിക കാർത്യായനി അമ്മ. അടുത്ത കിട്ടും കരിവെള്ളൂർ സമരനായിക കെ ദേവയാനി. അടുത്ത് കാതുമുറി പ്രസ്ഥാനം ആര്യപ്പള്ളം. കേട്ടാ, കാതുമുറി ഓർത്ത് വെച്ചാണ് കേട്ടാ. കാതുമുറി പകുതി ആര്യ ചെവിക്കുന്ന പകുതി ഉള്ളൂ എന്ന് ആരോഗ്യം കേട്ടാ. കാതുമുറി പ്രസ്ഥാനത്തിന്റെ നേതാവ് ആര്യപ്പള്ളം. ഓക്കെ. പർദ്ദ ബഹിഷ്കരണ പ്രസ്ഥാനത്തിന്റെ നേതാവ്
പാർവതി നെന്മേനി മംഗലം കേട്ടോ. പർദ്ദ ബഹിഷ്കരണ പ്രക്ഷോഭത്തിന്റെ നേതാവാരെന്ന് വെച്ചാൽ ആരാണ്? പാർവതി നെന്മേനി മംഗലം. ഓക്കെ. ഇപ്പൊ വാഗൻ ട്രാജഡി നടന്ന വർഷം 21 ഡേറ്റ് നവംബർ 10 1921 നവംബർ 10. ഓക്കെ. വാഗൻ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത കോയമ്പത്തൂരിനടുത്തുള്ള സ്റ്റേഷൻ പോത്തന്നൂർ. വാഗൻ ട്രാജഡി അന്വേഷണം നിയമിച്ച കമ്മീഷൻ നേപ്പ് കമ്മീഷൻ. ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന വാഗൻ ട്രാജഡി വിശേഷിപ്പിച്ചത് സുമിത് സർക്കാർ. ആരാണ്? സുമിത് സർക്കാർ. വാഗൻ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരൂർ ഏത് ജില്ല? മലപ്പുറം ജില്ല. ഓക്കെ. അടുത്ത കയ്യൂർ സമരം നടന്ന വർഷം 1941. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് ചിത്തിര തിരുനാൾ വർഷം 36 നവംബർ 12. 1936 നവംബർ 12. വൈദ്യുതി പ്രക്ഷോഭം നടന്ന ജില്ല തൃശൂർ. വൈദ്യുതി പ്രക്ഷോഭം നടന്ന ജില്ല തൃശൂർ. പൂഴ്ത്തിവെപ്പിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ജനമുന്നേറ്റം ഏത്? കരിവെള്ളൂർ സമരം. കരിവെള്ളൂർ സമര നായകൻ നമ്മൾ പറഞ്ഞു ആരാണ്? കെ ദേവയാനി. അപ്പൊ പൂഴ്ത്തിവെപ്പിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ജനമുന്നേറ്റം ഏതാണ്? കരിവെള്ളൂർ സമരം 1946. ഓക്കെ. തൃശ്ശൂരിലെ ഇരിങ്ങാലക്കുടയിൽ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി നടന്ന സമരം കുട്ടംകുളം സമരം. അപ്പൊ തൃശ്ശൂരിലെ ഏത് ക്ഷേത്രം? ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി നടന്ന സമരമാണ് കുട്ടംകുളം സമരം. കേരള ഗാന്ധി ഡൽഹി ഗാന്ധി സി കൃഷ്ണൻ നായർ. ആധുനിക ഗാന്ധി ബാബ ആംദേ. ബീഹാർ ഗാന്ധി രാജേന്ദ്ര പ്രസാദ്. ഓക്കെ. അടുത്ത് ടിപ്പു സുൽത്താൻ അന്തരിച്ച വർഷം 1799. ടിപ്പു സുൽത്താൻ അന്തരിച്ചത് എത്രാം യുദ്ധത്തിലാണ്? 4ാം മൈസൂർ യുദ്ധം. ടിപ്പു സുൽത്താൻ അന്തരിച്ചത് 4ാം മൈസൂർ യുദ്ധം. ഓക്കെ. മൈസൂർ യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലായിരുന്നു? ബ്രിട്ടീഷുകാരും മൈസൂർ സുൽത്താൻമാരും. ഓക്കെ. ആദ്യം ടിപ്പുവിന്റെ അച്ഛനാണ് ഹൈദരാലിയാണ് യുദ്ധം നടത്തിയത്. അതിനുശേഷം ടിപ്പു സുൽത്താൻ ഏറ്റെടുത്തു. 3ാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ശ്രീരംഗപട്ടണം ഉടമ്പടി. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ നിലവിലുണ്ടായിരുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം 7. ഏതിനെടുത്ത് കളഞ്ഞു? സ്വത്തവകാശത്തെ എടുത്ത് കളഞ്ഞു. എത്ര ആക്കി അത്? നിയമാവകാശം. എത്ര ആർട്ടിക്കിൾ? 300. ഓക്കെ. അടുത്ത് പുന്നപ്ര വയലാർ അടിസ്ഥാനമാക്കി കേശവ് ദേവ് രചിച്ച നോവൽ പുന്നപ്ര വയലാർ അടിസ്ഥാനമാക്കി കേശവ് ദേവ് രചിച്ച നോവൽ ഏതാണ്? ഉലക്ക. പുന്നപ്ര വയലാർ അടിസ്ഥാനമാക്കി കേശവ് ദേവ് രചിച്ച നോവലാണ് ഉലക്ക. കുമാരനാശാൻ രചിച്ച ഒരു നോവലുണ്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ട്? മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് എഴുതിയതാണ് ദുരവസ്ഥ. ഓക്കെ. അടുത്ത് ഉറൂബ് എഴുതിയ ഒരു കൃതിയുണ്ട്. എന്തിനെ കുറിച്ചാണ്? മലബാർ കലാപത്തെ കുറിച്ച്. ഓക്കെ. കയ്യൂരുമായി ബന്ധപ്പെട്ട ഒരു കൃതിയുണ്ട്. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി നിരഞ്ജന ചിരസ്മരണ നിരഞ്ജന രചിച്ച നോവലാണ് ചിരസ്മരണ. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി നിരഞ്ജന രചിച്ച നോവലാണ് ചിരസ്മരണ. ഓക്കെ. കൂനം കുരിശ് നടന്ന വർഷം? 1653. 1653. അവിടത്തെ ഏതാണ് ആ സമയത്ത് ചെയ്ത സിനിമയുണ്ട്. മീനമാസത്തിലെ കുയില സൂര്യൻ. മീനമാസത്തിലെ സൂര്യൻ. കൊച്ചിയിലും മലബാറിലും ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത് വർഷം? 42 ആയിരിക്കും. ക്വിറ്റ് ഇന്ത്യ 1942 അല്ലേ? അത് വേറെ വർഷം വരത്തില്ല. അപ്പൊ കൊച്ചിയിലും മലബാറിലും ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത് 42. ക്വിറ്റ് ഇന്ത്യ സമരം മലബാറിലെ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തോടനുബന്ധിച്ച് നടന്ന സംഭവം കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് സ്ഫോടനം നടന്നത് 11 നവംബർ 1942 നവംബർ 17. 1942 നവംബർ 17. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് എന്നാൽ ബർദോളി എവിടെയാണ്? ഗുജറാത്ത്. ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. ഓക്കെ.
അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കരണത്തിനെതിരെ തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ദിവാനാണ് CP രാമസ്വാമി അയ്യർ. നിവർത്തന പ്രക്ഷോഭവും ബന്ധപ്പെട്ട് കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് C കേശവൻ. ഓക്കെ, അടുത്ത് നായർ പട്ടാള ലഹള നടന്ന വർഷം. നായർ പട്ടാള ലഹള 1804. നായർ പട്ടാള ലഹള നടന്ന വർഷം 1804. നായർ പട്ടാള ലഹള നടന്ന വർഷം 1804. പഴശ്ശിരാജ മരണം 1805. പഴശ്ശിരാജയുടെ മരണം 1805. ചാന്നാർ ലഹള നടന്ന വർഷം 1859. 1859. നായർ ഈഴവ ലഹള നടന്ന വർഷം 1905. നായർ ഈഴവ ലഹള നടന്ന വർഷം 1905. ശുചീന്ദ്രം സത്യാഗ്രഹം നടന്ന നമ്മൾ ആദ്യം പറഞ്ഞത് 1926. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തി ഡോക്ടർ KB മേനോൻ. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തിയാണ് ഡോക്ടർ KB മേനോൻ. കീഴരിയൂർ ബോംബ് കേസ് ഇരുമ്പഴിക്കുള്ള KB മേനോനാണ്, ഉറപ്പാണോ? പറഞ്ഞൂടാ, എനിക്ക് സംശയം പോലെ ഇരുമ്പഴിക്കുള്ളിൽ ആയിരിക്കും. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമര അനുകൂലികൾ രഹസ്യമായി പുറത്തിറക്കിയ പത്രം പ്രഭാതം. സ്വതന്ത്ര ഭാരതം. അപ്പോൾ കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമര അനുകൂലികൾ രഹസ്യമായി പുറത്തിറക്കിയ പത്രമാണ് സ്വതന്ത്ര ഭാരതം. ഓക്കെ, ശ്രദ്ധിച്ചോളാം. അടുത്ത് നമ്പൂതിരി സമുദായ പരിഷ്കരണ ലക്ഷ്യം വെച്ച് യോഗക്ഷേമ സഭ രൂപം കൊണ്ട വർഷം. യോഗക്ഷേമ സഭ 1908. യോഗക്ഷേമ സഭ 1908. യോഗക്ഷേമ സഭ 1908. മൊറാഴ സമരം നടന്ന വർഷം 40. ഏത് ജില്ല? 40. മൊറാഴ കണ്ണൂർ. മൊറാഴ സമരത്തെ തുടർന്ന് കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ രണ്ടുപേരും കൊല്ലപ്പെട്ടില്ലേ? KM കൃഷ്ണൻ. ഒന്നാമത്തെ വ്യക്തി KM കൃഷ്ണൻകുട്ടി മേനോൻ. KM കൃഷ്ണൻകുട്ടി മേനോൻ. രണ്ടാമത്തെ രാമൻ. കേട്ടോ, രാമൻ. ഒന്നാമത്തത് KM കൃഷ്ണൻകുട്ടി മേനോൻ. രണ്ടാമത്തത് രാമൻ. ഓക്കെ. KPR ഗോപാലന് വധശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കാൻ കാരണമായ നേതാവ് ഗാന്ധിജി. KPR ഗോപാലന് വധശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കാൻ കാരണമായ നേതാവാണ് ഗാന്ധിജി. ഓക്കെ. മൊറാഴ സമരത്തെ തുടർന്ന് വധശിക്ഷ വിധിക്കപ്പെട്ട വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് KPR ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനം ഗുരുവായൂർ KPCC. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ കാരണമായ KPCC സമ്മേളനം നടന്ന സ്ഥലം വടകര. അങ്ങനെയാണെങ്കിൽ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ക്ഷേത്ര പ്രവേശന ക്യാമ്പയിന്റെ ക്യാപ്റ്റൻ സുബ്രഹ്മണ്യം തിരുമുമ്പ്. പാടുന്ന പടവാൾ പാടുന്ന പടവാൾ സുബ്രഹ്മണ്യം തിരുമുമ്പ്. പാടുന്ന പടവാൾ ഗാന്ധിജിയാണ്. സവർണജാഥ നടന്ന വർഷം സവർണജാഥയിൽ 24. എവിടെ മുതൽ എവിടെ വരെ? സവർണജാഥ നടത്തിയത് വൈക്കം മുതൽ തിരുവനന്തപുരം. ആര് നടത്തി? മന്നത്ത് പത്മനാഭൻ. യാചനയാത്ര നടന്ന വർഷം VT ഭട്ടതിരിപ്പാട് 1931. എവിടെ മുതൽ എവിടെ വരെ? തൃശ്ശൂർ ചന്ദ്രഗിരിപ്പുഴ വരെ. അടുത്ത സാമൂഹിക പരിഷ്കരണ ജാഥ വർഷം 68. എവിടെ മുതൽ എവിടെ വരെ? കണ്ണൂരാണ്. കാഞ്ഞങ്ങാട് ചെമ്മഴുതി. ആര് നടത്തിയത്? VT ഭട്ടതിരിപ്പാട്. പട്ടിണി ജാഥ വർഷം AK ഗോപാലൻ. വർഷം 36. എവിടെ മുതൽ എവിടെ വരെ? കണ്ണൂർ മദ്രാസ്. കർഷക ജാഥ നടന്ന വർഷം 1960. കർഷക ജാഥ നടന്ന വർഷം 1960. AK ഗോപാലൻ AKG ആണ്. എവിടെ മുതൽ എവിടെയാണ്? കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. ഓക്കെ. കർഷക ജാഥ നടന്നത് 1960. എവിടെ മുതൽ? കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. ആര് നേതൃത്വം നൽകി? AK ഗോപാലൻ. ജീവശിഖ ജാഥ മന്നത്ത്. ഏത് വർഷം? 59. എവിടെ മുതൽ എവിടെ വരെ? അങ്കമാലി ടു തിരുവനന്തപുരം. അങ്കമാലി എറണാകുളം ടു തിരുവനന്തപുരം. ജീവശിഖ ജാഥ വർഷം 1959. അങ്കമാലി ടു തിരുവനന്തപുരം. ആര് നേതൃത്വം നൽകി? രാജധാനി ജാഥ തമ്പാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ. ഏത് വർഷം? രാജധാനി മാർച്ച് 1938. അക്കമ്മ ചെറിയാൻ. ഓക്കെ. യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത് പൊയ്കയിൽ യോഹന്നാൻ. മാരക്കുളം മുതൽ കുളത്തൂർക്കുന്ന് വരെ. ഉപ്പുസദ്യയുടെ ജാഥ എവിടെ? കേരളത്തിലാ. പയ്യന്നൂർ
1930 പാലക്കാട് മുതൽ പയ്യന്നൂർ വരെ. പാലക്കാട് മുതൽ പയ്യന്നൂർ വരെ. ഓക്കെ, പാലക്കാട് മുതൽ പയ്യന്നൂർ വരെ. ഓക്കെ. നർമ്മദയുടെ ഉത്ഭവസ്ഥാനം ജോഗ്രഫി. നർമ്മദ നദി കേട്ടാലറിയാം. ദേവ എന്നറിയപ്പെടുന്ന നദി നർമ്മദ. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലുത് നർമ്മദ. നർമ്മദയാണ്. ഫ്രംഷ താഴ്വരകളിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ. ഉത്ഭവം എവിടെ പറഞ്ഞു? മൈക്കല മലനിരകൾ. മൈക്കല മലനിരകൾ. ദേവ എന്നറിയപ്പെടുന്ന നദിയാണ് നർമ്മദ. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളിൽ വലിയ നദി ഏറ്റവും വലിയ നദിയാണ് നർമ്മദ. പിന്നെ ഫ്രംഷ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി നർമ്മദ. സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി നർമ്മദ നദിയിൽ. ഏതാണ്? സർദാർ സരോവർ അണക്കെട്ട്. സർദാർ അലി നർമ്മം പറയണം. സർദാർ കഥകൾ കൊണ്ടുണ്ട്. അപ്പൊ നർമ്മദ. സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് നർമ്മദ. നർമ്മദ നദിയുടെ പതനസ്ഥാനം ഇപ്പഴത്താകുമ്പോ അറബിക്കടലായിരിക്കും. അറബിക്കടൽ. നർമ്മദ നദിയുടെ പതനസ്ഥാനം അറബിക്കടൽ. ചാകര എന്ന പ്രതിഭാസം ഉണ്ടാകുന്നത് അറബിക്കടൽ. അറബിക്കടല്ല. ചാകര വരുന്നത് എവിടെയാണ്? അറബിക്കടൽ. ചാകര അറബിക്കടലിലെ ഉണ്ടാവുള്ള. അറബിക്കടലിലെ പ്രതിഭാസമാണ് ചാകര. ചാകര. ഓക്കെ. മഹാനദിയുടെ ഉത്ഭവസ്ഥാനം മഹാനദിയിലം മഹാബലേശ്വർ. ഇതൊക്കെ കണ്ടാൽ എനിക്കറിയാം. ഒറീസയുടെ ദുഃഖമാണ് മഹാനദി. ബീഹാറിന്റെ കോസി. കോസി. ഇന്ത്യയുടെ ദുഃഖമാണ് ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര. അസാമിന്റെ ദുഃഖമാണ് ബ്രഹ്മപുത്ര. ഇന്ത്യയുടെ ദുഃഖമുണ്ട്. ഇന്ത്യയുടെ ദുഃഖം ഇല്ല. പാകിസ്ഥാന്റെ ജീവരേഖ സിന്ധു. ഇന്ത്യയുടെ ജീവരേഖ ഗംഗ. നദി ഗംഗ. ഇന്ത്യൻ റെയിൽവേ. കേരളത്തിന്റെ ജീവരേഖ പെരിയാർ. പെരിയാർ. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗോദാവരി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗോദാവരി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ ഗോദാവരി. ഗോദാവരി. തെക്കേ ഇന്ത്യയിലെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗോദാവരി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളമാണ് ഗോദാവരി. വൃദ്ധഗംഗ. ഗോദാവരി. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരി. ഗോദാവരി. കർണാടകയിലെ കൂർഗ് ജില്ലയിലെ ബ്രഹ്മഗിരി നിന്ന് ഉത്ഭവിക്കുന്ന നദി. കർണാടകയിലാണ്, കൂർഗ് ജില്ലയാണ് ബ്രഹ്മഗിരി. കാവേരി. കാവേരി. താപ്തിയൊക്കെ ഗുജറാത്ത് ഭാഗത്ത്. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് കാവേരിയുടെ ഉത്ഭവസ്ഥാനം ചോദിച്ചാൽ കർണാടകയിലെ കൂർഗ് ജില്ലയിലെ ബ്രഹ്മഗിരി കുന്ന്. ശരിയാണ്, കാവേരി ബ്രഹ്മഗിരി കുന്ന്. കാവേരി നദീജലം പങ്കിടുന്നത് സംബന്ധിച്ച് തർക്കം നിലനിൽക്കുന്ന സംസ്ഥാനം അവരായിരിക്കും കർണാടകയും തമിഴ്നാട്. കർണാടകയും തമിഴ്നാട്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗോദാവരി. ഇന്ത്യയിലെ ഗംഗ. ഏറ്റവും നീളം കൂടിയ സോറി. ഗംഗ. ഭഗീരഥി, അളകനന്ദ എന്നീ നദികൾ യോജിച്ചാണ് എന്താവുന്നത്? ഗംഗ. ഏതൊക്കെയാണ്? ഭഗീരഥി, അളകനന്ദ. അല്ലെ, എവിടെ വെച്ച്? ദേവപ്രയാഗ്. ദേവപ്രയാഗിൽ വെച്ച്. അപ്പൊ ഭഗീരഥി അളകനന്ദയെ കുടിച്ചേർന്ന് ഗംഗയായിട്ട് ഒഴുകുന്നു. എവിടെ വെച്ച് കുടിച്ചേർന്നു? ദേവപ്രയാഗ്. അല്ലെ, ഇന്ത്യയുടെ ദേശീയ നദി വെച്ച് ഗംഗ. ഇന്ത്യയുടെ ദേശീയ നദിയെ പ്രഖ്യാപിച്ച വർഷം 2008. 2008. ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം 2008. ഗംഗാ നദിയുടെ ഏറ്റവും വലിയ പോഷക നദി യമുന. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. പുരാണങ്ങളിൽ കാളിന്തി എന്നറിയപ്പെടുന്നു. യമുന. പുരാണങ്ങളിൽ കാളിന്തി എന്നറിയപ്പെടുന്ന നദിയാണ് യമുന. ഏതിന്റെ പോഷക നദിയാണ്? ഹൂഗ്ലി. ഹൂഗ്ലിയാ? ഗംഗയുടെ പോഷൻ. ഗംഗ. ഹൂഗ്ലി. പോഷക നദിയിലെ കൈവഴി. പ്രധാന കൈവഴിയാണ് ഹൂഗ്ലി. നമ്മുടെ കൊൽക്കത്ത തുറമുഖ നദീതീരത്താണ് ഹൂഗ്ലി. ഹൂഗ്ലി നദീതീരം. ഓക്കെ. അടുത്ത റൂർക്കയിലെ ഇരുമ്പുരുക്ക് ശാല സ്ഥിതി ചെയ്യുന്നത്. അതൊക്കെ പതുക്കെ പറ്റുള്ളൂ. എനിക്കതല്ല. ഒഡീഷ. ജർമ്മനി. റൂർക്കയില എവിടെയാണ്? ഒഡീഷ. ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പ് വ്യവസായശാല ആരംഭിച്ചത് കുൾട്ടി പശ്ചിമ ബംഗാൾ. ഉരുക്ക് വ്യവസായശാല സ്ഥാപിച്ചു കുൾട്ടി പശ്ചിമ ബംഗാൾ. ടാറ്റ അയൺ സ്റ്റീൽ ടിസ്കോ ജംഷഡ്പൂരിലാണ് സ്ഥാപിച്ചത്. അല്ലേ, ആരാണ്? ജംഷഡ്ജി ടാറ്റ. ഇനി വാറ്റ് മൂല്യവർദ്ധിത വാല്യൂ ആഡഡ് ടാക്സ് ആദ്യ രാജ്യം. വാറ്റ് ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം ഫ്രാൻസ്. ആരാണ്? ഫ്രാൻസ്. മൂല്യവർദ്ധിത നികുതി വാറ്റ് ഏർപ്പെടുത്തിയ ആദ്യ രാജ്യമാണ് ഫ്രാൻസ്. കാർബൺ ടാക്സ് ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം.
കാർബൺ ടാക്സ് ന്യൂസിലാൻഡ് കാർബൺ ടാക്സ് ഏർപ്പെടുത്തിയ ആദ്യ രാജ്യമാണ് ന്യൂസിലാൻഡ്. കൊഴുപ്പ് നികുതി ഫാക്ട് നികുതി ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം ഡെൻമാർക്ക്. അപ്പൊ വാറ്റ് ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം ഫ്രാൻസ്. കാർബൺ ടാക്സ് ന്യൂസിലാൻഡ്. കൊഴുപ്പ് നികുതി ഏർപ്പെടുത്തിയ ഡെൻമാർക്ക്. ബ്രിട്ടന്റെ സഹായത്തോടെ ആരംഭിച്ച ഇരുമ്പുരുക്കശാല ദുർഗാപൂർ. എവിടെയാണ്? പശ്ചിമ ബംഗാൾ. ഋതുപ. ബ്രിട്ടന്റെ സഹായത്തോടെ ദുർഗാപൂർ. എവിടെയാണ് സ്ഥാപിച്ചത്? പശ്ചിമ ബംഗാൾ. റഷ്യയുടെ സഹായത്തോടെ ഛത്തീസ്ഗഡിൽ ആരംഭിച്ച റൂർക്കേല. ഫിലായ. റഷ്യയുടെ സഹായത്തോടുകൂടി ഛത്തീസ്ഗഡിൽ ആരംഭിച്ചത് ഗുജറാത്ത്. റഷ്യയുടെ സഹായത്തോടുകൂടി ജാർഖണ്ഡിൽ ആരംഭിച്ചത് അതാണ് ബൊക്കാറോ. ജാർഖണ്ഡിൽ ആരംഭിച്ചത് ബൊക്കാറോ. ഇന്ത്യയുടെ ധാതു സംസ്ഥാനം ജാർഖണ്ഡ്. ഇന്ത്യയുടെ ധാതു സംസ്ഥാനം ജാർഖണ്ഡ്. അപ്പോ ജാർഖണ്ഡിൽ ബൊക്കാറോ സ്ഥാപിച്ചത് ഏത് രാജ്യത്തിന്റെ സഹായത്തോടുകൂടി? റഷ്യയുടെ സഹായത്തോടുകൂടി ഛത്തീസ്ഗഡിൽ ആരംഭിച്ചതെന്ന് വെച്ചാൽ ഫിലായ് ഏത് രാജ്യത്ത്? ഏത് സംസ്ഥാനം? ഛത്തീസ്ഗഡ്. ഏത് രാജ്യം സഹായിച്ചു? റഷ്യ. ബൊക്കാറോ ഏത് സംസ്ഥാനത്ത്? ജാർഖണ്ഡ്. റഷ്യയാണ്. ഇന്ത്യയുടെ ധാതു സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ്. ഖനികളുടെ നഗരം ഖനികളുടെ നഗരം എന്നറിയപ്പെടുന്നത് ധൻബാദ്. ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖം മുംബൈ. മർമഗോവ. കോട്ടനാണ്. മുംബൈ. ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖം ബ്രൗൺ കോൾ. അറിയാലോ ബ്രൗൺ കോൾ. ഇത് തന്നെ ലിഗ്നൈറ്റ്. ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്നത് ലിഗ്നൈറ്റ്. ഇന്ത്യയിൽ നിക്ഷേപം കൂടുതലായി കാണപ്പെടുന്ന പ്രദേശം നെയ്വേലി. തമിഴ്നാട്. ഇന്ത്യയുടെ ധാതു സംസ്ഥാനം ഇന്ത്യയുടെ ധാതു സംസ്ഥാനോ? ഛത്തീസ്ഗഡ്. ജാർഖണ്ഡ്. എനിക്ക് ആ ചാ മാത്രം. ഖനികളുടെ നഗരം ധൻബാദ്. ഏറ്റവും കൂടുതൽ ഇരുമ്പ് അയിര് കയറ്റുമതി മർമഗോവ. ബ്രൗൺ ഗോൾ എന്നറിയപ്പെടുന്നത് ലിഗ്നൈറ്റ്. ഇന്ത്യയിൽ ലിഗ്നൈറ്റ് നിക്ഷേപം ഏറ്റവും കൂടുതൽ നെയ്വേലി. നെയ്വേലി എവിടെയാണ്? തമിഴ്നാട്. നെയ്വേലി എവിടെയാണ്? തമിഴ്നാട്. ഇന്ത്യയിൽ പെട്രോളിയം ഖനനം ശുദ്ധീകരണം ഇവ ആദ്യമായി ആരംഭിച്ച സംസ്ഥാനം അസം. ഇന്ത്യയിൽ പെട്രോളിയം ഖനനം ശുദ്ധീകരണം ആദ്യമായിട്ട് ആരംഭിച്ച സംസ്ഥാനമാണ് അസം. ബോംബെ ഹൈയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്നത് ബോംബെ ഹൈ. ഉൽപാദനം സംസ്കരണം തുടങ്ങിയത് ആദ്യം ആസാം. ഓക്കെ. അപ്പൊ ലിഗ്നൈറ്റ് നിക്ഷേപം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രദേശം നെയ്വേലി എവിടെയാണ്? തമിഴ്നാട്. ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയപാത കടന്നു പോകുന്ന സംസ്ഥാനം? ദേശീയപാതയാ? മഹാരാഷ്ട്ര. മധ്യപ്രദേശ്. ഉത്തർപ്രദേശ്. ഇതിൽ ഏറ്റവും കൂടുതൽ ദേശീയപാത കടന്നു പോകുന്ന സംസ്ഥാനം? ഉത്തർപ്രദേശ്. എന്തോ ഇന്ത്യയിലെ ഏറ്റവും കുറവ് ദേശീയപാത കടന്നു പോകുന്ന സംസ്ഥാനം? ഗോവ. സിക്കിം. ഏറ്റവും കുറവ് ദേശീയപാത കടന്നു പോകുന്ന സംസ്ഥാനം? സിക്കിം. ഇതിൽ ഏറ്റവും കൂടുതൽ റോഡ് ശൃംഖലയുള്ള സംസ്ഥാനം? മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയപാത കടന്നു പോകുന്നത്? ഉത്തർപ്രദേശ്. കുറവ് ദേശീയപാത സിക്കിം. ഇന്ത്യയിലെ ഏറ്റവും കിഴക്കേറ്റത്തെ സംസ്ഥാനം? അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ ഓർക്കിഡ് സംസ്ഥാനം? അരുണാചൽ പ്രദേശ്. 2011 സെൻസസ് പ്രകാരം ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം? സാന്ദ്രത ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം? അരുണാചൽ പ്രദേശ്. സെൻസസ് വരാൻ പോകും. 27 സെൻസസ്. ഓക്കെ. അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനം? അരുണാചൽ പ്രദേശ് ഇറ്റാനഗർ. അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനം? ഇറ്റാനഗർ. ഗുജറാത്തിന്റെ തലസ്ഥാനം? ഗുജറാത്തിന്റെ തലസ്ഥാനം? ഗാന്ധിനഗർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുദ്ധമത വിഹാര കേന്ദ്രമാണ് തവാങ്. അരുണാചൽ പ്രദേശ്. പ്രദേശിലാണ്. ഓക്കെ. സീറോ വിമാനത്താവളം? അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിലെ വിമാനത്താവളമാണ് ഹഖുയി ടൈഗർ റിസർവ്. അതും അവിടെ തന്നെ. അരുണാചൽ പ്രദേശ്. ഓക്കെ. ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന ഗുജറാത്ത്. ഹരിയാന. ആനന്ദ് ഗുജറാത്താ. ഞാൻ അതുകൊണ്ടാണ് ഗുജറാത്തിലോട്ട് പോയത് പെട്ടെന്ന്. ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന നേരത്തെ പറഞ്ഞില്ലേ മൂല്യവർദ്ധിത നികുതി ആദ്യം ഏർപ്പെടുത്തിയത് ഫ്രാൻസ്. ഏത് സംസ്ഥാനം? ഹരിയാന. ഏർപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനം ഹരിയാന. ഓക്കെ.
ഹരിയാന എന്ന വാക്കിന്റെ അർത്ഥം ഹരിയാന. ഹരിയാന, ഹരി ദൈവം, ആന വാസസ്ഥലം, ദൈവങ്ങളുടെ വാസസ്ഥലം. ഓക്കെ. ഹരിയാന എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ വാസസ്ഥലം. ഓക്കെ. വിഹാരങ്ങളുടെ നാട്, ഹരിയാന. ലിറ്ററസി പറഞ്ഞ സംസ്ഥാനം വിഹാരങ്ങളുടെ നാട്. ബീഹാർ. വിഹാരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ബീഹാർ. 2011 സെൻസസ് പ്രകാരം ഏറ്റവും ജനസാന്ദ്രത കൂടിയത് ബീഹാർ. ബീഹാർ. ഓക്കെ. ചുമ്മാ ലിറ്ററസി. ഏറ്റവും സാക്ഷരത കുറഞ്ഞ സംസ്ഥാനം ബീഹാർ. ബീഹാർ. സാക്ഷരത കുറഞ്ഞത് ബീഹാർ, സാന്ദ്രത കുറഞ്ഞത് ബീഹാർ. വിഹാരങ്ങളുടെ നാട് ബീഹാർ. ഇന്ത്യയുടെ ഓർക്കിഡ് സംസ്ഥാനം അരുണാചൽ പ്രദേശ്. അരുണാചൽപ്രദേശ്. ഇന്ത്യയുടെ പാൽത്തൊട്ടി ഹരിയാന. ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം ഇറ്റാനഗർ. ആന്ധ്രാപ്രദേശിലെ വിമാനത്താവളം സീറോ. അക്വൈലി ടൈഗർ റിസർവ് അരുണാചൽ പ്രദേശ്. ബുദ്ധമത കേന്ദ്രം പറഞ്ഞല്ലോ തവാങ്. അതെവിടെയാണ്? അരുണാചൽ പ്രദേശ്. ബീഹാറിന്റെ തലസ്ഥാനം ബീഹാർ. കാഠ്മണ്ഡു. പാട്ന. ബീഹാർ. കാഠ്മണ്ഡു. നേപ്പാളിലെ ബീഹാറിന്റെ തലസ്ഥാനം കാഠ്മണ്ഡു. പാട്ന. ബീഹാറിന്റെ തലസ്ഥാനം പാട്നയിലെ ഒരു എയർപോർട്ട് പാട്ന ജയപ്രകാശ് നാരായൺ. ജയപ്രകാശ് നാരായണൻ എയർപോർട്ട്. ജയപ്രകാശ് നാരായണൻ എയർപോർട്ട്. JP. ഈ ബീഹാറിലെ കോൺക്രീറ്റ് ഇട്ട അപ്പോഴേ തന്നെ ഈ ആൾക്കാർ വന്ന് കോരി എടുത്തുണ്ട്. അതാണ് അവിടുത്തെ അവസ്ഥ. ആ അത്ര ആണ് അവസ്ഥ. മറ്റേ ഈ പാലം തകർന്നല്ലേ ഏറ്റവും ഒരു പാലം ഉണ്ടല്ലോ, രണ്ട് നദികളെ തമ്മിൽ ഇന്ത്യയിലെ ഏറ്റവും ഇടയ്ക്ക് തകർന്നു. അവിടുത്തെ നേതാക്കന്മാരെല്ലാം അവര് കാശുണ്ടാക്കുന്നുണ്ട്, പക്ഷെ സാധാരണക്കാരന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അവിടുത്തെ ആളുകൾക്ക് ജനസാന്ദ്രത ഇത്ര കൂടുതലാണ്. പിന്നെ അപ്പൊ ജയപ്രകാശ് നാരായണ എയർപോർട്ട് പാട്ന. ജയപ്രകാശ് നാരായണ ഒരു വിശേഷണം ഉണ്ടോ? JP വിശേഷണം ഉണ്ട്. കിട്ടുന്നില്ല. ഹരിത വിപ്ലവത്തിന്റെയാണോ? അല്ലല്ല. അങ്ങനെ രാജ്യസഭയുടെ പിതാവ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. രാജ്യസഭയുടെ പിതാവ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ലോക്സഭയുടെ പിതാവ് ലോക്സഭയുടെ പിതാവ് ലോക്സഭ മാവലങ്കർ. അപ്പൊ രാജ്യസഭയുടെ പിതാവ് ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ജയപ്രകാശ് നാരായണൻ അല്ലേ? അതാര്? അത് സർവോദയ പ്രസ്ഥാനമാണ് ജയപ്രകാശ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണാചൽ അലി. സമര നായകൻ സർവോദയ പ്രസ്ഥാനം. സർവോദയ ജയപ്രകാശ് നാരായൺ. രാജ്യസഭയുടെ പിതാവ് രാജ്യസഭ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ലോക്സഭയുടെ പിതാവ് മാവലങ്കർ. GV മാവലങ്കർ. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഇന്ത്യയിലെ നിർജീവ അഗ്നിപർവ്വതം നാർക്കൊണ്ട. ഭാരത് എന്താണ്? സജീവ അഗ്നിപർവ്വതം. ഇന്ത്യയിലെ ഏക നിർജീവ അഗ്നിപർവ്വതമാണ് നാർക്കൊണ്ട. അപ്പൊ നമുക്ക് ജസ്റ്റ് മന്ത്രിമാരും കൂടെ ജസ്റ്റ് നോക്കാം. ഓർമ്മ കണ്ടിന്യൂസ് അടിക്കണമല്ലോ. ആളുടെ പേര് പറയാം, നിങ്ങൾ വകുപ്പ് പറയണം. PK കുഞ്ഞാലിക്കുട്ടി വ്യവസായവും IT വകുപ്പ്. രമേശ് ചെന്നിത്തല ആഭ്യന്തരം, വിജിലൻസ്. അടുത്ത് സണ്ണി ജോസഫ് വൈദ്യുതി പരിസ്ഥിതി പാർലമെന്റ് കാര്യം. കെ മുരളീധരൻ, ഇത് തെറ്റൂല. ആരോഗ്യം ദേവസ്വം ബോർഡ്. അടുത്ത മോൻസ് ജോസഫ് ജലവിഭവം ജലസേചനം. ഷിബു ബേബി ജോ അനൂപ് ജേക്കബ് ഭക്ഷ്യവകുപ്പ് ലീഗൽ മെട്രോളജി. CP ജോൺ തിരുവനന്തപുരം. CP ജോൺ ഗതാഗതം. AP അനിൽകുമാർ റവന്യൂ. N ശംസുദ്ദീൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അതുപോലെ ഹജ്ജ് ന്യൂനപക്ഷ വികസനം. അടുത്ത് PC വിഷ്ണുനാഥ് വിനോദം ടൂറിസം സിനിമ സാംസ്കാരികം. അടുത്ത് റോജി എം ജോൺ ഉന്നത വിദ്യാഭ്യാസം. അടുത്ത് ബിന്ദു കൃഷ്ണ തൊഴിൽ വനിതാ ശിശുക്ഷേമം. M ലിജു എക്സൈസ് സഹകരണം. KM ഷാജി തദ്ദേശ സ്വയംഭരണം. നല്ല രീതിയിൽ ചോദിക്കാൻ സാധ്യത ചോദ്യമാണ് കേട്ടോ. തദ്ദേശ സ്വയംഭരണം, ടൗൺ പ്ലാനിംഗ് കേട്ടോ. അടുത്ത PK ബഷീർ ആണ് മറ്റേ പൊതുമരാമത്ത്. VE അബ്ദുൽ ഗഫൂർ, ഈ പേര് മറക്കല്ലേ. VE അബ്ദുൽ ഗഫൂർ. ഫിഷറീസ് സാമൂഹിക നീതി. അടുത്ത കിട്ടും T സിദ്ദിഖ് കൃഷി വകുപ്പ് മന്ത്രി. മൃഗസംരക്ഷണ കൃഷി T സിദ്ദിഖ്. അടുത്ത KA തുളസി
പട്ടികജാതി പട്ടികവർഗം പട്ടികവർഗ ക്ഷേമം. ഓക്കെ, നമ്മള് പറഞ്ഞ അതെ ഈ തുളസിയുടെ മണ്ഡലം നമ്മൾ പറഞ്ഞപ്പോ കൊങ്ങാട് എന്നാണ് പറഞ്ഞത്. ഒരാൾ കമന്റ് ഇട്ടത് കൊങ്ങാടല്ല കോങ്ങാട് എന്നാണ്. അപ്പൊ നമ്മൾ പറഞ്ഞതിൽ ക്ഷമ ചോദിക്കുന്നു. ഓക്കെ, അടുത്ത് OJ ജനീഷാണ് കായികം യുവജനക്ഷേമം. കായികം യുവജനക്ഷേമം. എത്രാമത്തെ നിയമസഭ? 16ാം നിയമസഭ. എത്രാമത്തെ മുഖ്യമന്ത്രി? 24ാമത്തെ മുഖ്യമന്ത്രി. എത്രാമത്തെ വ്യക്തി? 13ാമത്തെ വ്യക്തി. 13ാമത്തെ വ്യക്തി. പ്രോട്ടൈം സ്പീക്കർ ആരായിരുന്നു? പ്രോട്ടൈം സ്പീക്കർ ആരായിരുന്നു? സുധാകരൻ. സ്പീക്കർ ആരായിരുന്നു? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആരായിരുന്നു? ആരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. എത്രാമത്തെ സ്പീക്കർ? 25ാമത്തെ സ്പീക്കർ. അടുത്ത് ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? അതാണ് മറ്റേ അവര് ഇന്ന് തെരഞ്ഞെടുത്തത് ഷാനിമോൾ ഉസ്മാൻ. മറന്നുപോയത് ഷാനിമോൾ ഉസ്മാൻ. ഓക്കെ, ക്ലിയർ ആണോ? കേരളത്തിന്റെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഗവർണറുടെ വസതി ലോക് ഭവൻ. മുഖ്യമന്ത്രിയുടെ വസതി ക്ലിഫ് ഹൗസ്. പ്രതിപക്ഷ നേതാവിന്റെ വസതി കണ്ടോൺമെന്റ് ഹൗസ്. സ്പീക്കറുടെ വസതി സ്പീക്കർ നീതി. സ്പീക്കറുടെ വസതി നീതി. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ.